ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BMI എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് BMI, എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് നമുക്ക് BMIനെ കുറിച്ച് അറിയേണ്ടത് എന്നൊക്കെ നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മൾ യൂഷ്വലി ഇങ്ങനെ വെയിറ്റ്, ഹൈറ്റ്, ഒരാളുടെ തടി അത്ര ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേം ആയിരിക്കും നമ്മളുടെ BMI എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് BMI എന്ന് പറയുന്നത്. BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം. ഇപ്പം നമ്മളെല്ലാവർക്കും ഒരു 50 കിലോ വെയിറ്റ് ഇല്ലാത്ത എല്ലാവരും ഭയങ്കര വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്, 50 കിലോൻ്റെ മുകളിൽ എല്ലാവർക്കും വെയിറ്റ് വേണം, അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ വെയിറ്റും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ അതിനാണ് നമുക്ക് BMI നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വെയിറ്റ് നമുക്ക് പാകത്തിനുള്ള വെയിറ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയാനാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നമ്മളുടെ എന്നറിയാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷറിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്കെയിലാണ് BMI എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരാളുടെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ അവർക്കുള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അതിനാണ് നമ്മൾ BMI യൂസ് ചെയ്യുന്നത്. BMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്, വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, BMI എന്ന് പറയുക. സോ ഇതിൽ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിലോഗ്രാംസിലായിരിക്കും, kgയിലായിരിക്കും. ഇത്ര kg വെയിറ്റ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക. നമുക്കിപ്പോൾ വെയിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, സോ അതിലൊക്കെ കയറിയിട്ട് നമുക്ക് വെയിറ്റ് എത്ര കിലോ വെയിറ്റ് ഉണ്ട് എനിക്ക് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ആ വെയിറ്റ് നമ്മൾ kgയിൽ എടുക്കുക. ആൻഡ് ദെൻ ഹൈറ്റ് നമ്മൾക്ക് വേണ്ടത് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മീറ്ററിലാണ്. ഓക്കെ, സോ സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് ആക്കുക. സോ ഇങ്ങനെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ്റെ ഇൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഹൈറ്റ് നമ്മൾ മീറ്ററിലാണ് എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, ഇൻറ്റു അതേ സംഭവം വെച്ച് ചെയ്താൽ മതി. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും. ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ BMI വാല്യൂ എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു സ്കെയിലുണ്ട്, BMI ഇത്ര മുതൽ ഇത്ര വരെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്കെയിലുണ്ട്. സോ ആ സ്കെയിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് കറക്റ്റ് ആണോ, അതോ നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ, നമ്മൾ ഓവർ വെയിറ്റ് ആണോ, നമ്മൾ ഒബീസ് ആണോ, അത് പൊണ്ണത്തടിയുള്ള ആൾക്കാരാണോ, നമുക്ക് വെയിറ്റ് കുറയ്ക്കണോ കൂട്ടണോ, എന്താണ് നമ്മളുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ കിട്ടുന്ന BMI വാല്യൂവിനെ നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കാറ്. സോ ഈ ഒരു സ്കെയിൽ പ്രകാരം ലെസ് ദാൻ 18.5 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ് എന്നാണ് അർത്ഥം. അതായത് 18.5 കുറവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന BMI എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്കില്ല. സോ ഇങ്ങനെ അണ്ടർ വെയിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അനീമിക് ആവാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് ക്ഷീണിക്കും, പ്രതിരോധ ശേഷിയൊക്കെ ഭയങ്കര കുറവ്, അവിടെ കാര്യങ്ങളൊക്കെ തുമ്മുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പനി വരും, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്ഷീണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വെയിറ്റ് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദെൻ 18.5 മുതൽ 24.9 വരെയാണ് നമുക്ക് കിട്ടുന്ന BMI വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മളുടെ വെയിറ്റ് നോർമലാണ്. അതായത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് ഇപ്പം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിറ്റ് അങ്ങ് മാനേജ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. 25 to 29.9 വരെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. സോ നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. 30 to 34.9 വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബീസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒബിസിറ്റി ക്ലാസ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ ഒബീസ് ആണ്, നമ്മൾ കുറച്ച് പൊണ്ണത്തടിയുള്ള ആൾക്കാരാണ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. 35 to 39.9 വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബീസ് ക്ലാസ് 2 എന്നുള്ള സെക്ഷനിലാണ് വരിക. അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കുക. ഈ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്തൊക്കെയാണെന്ന് പറയുന്നത്, നമ്മളുടെ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ്
വെരി ഹൈ. അതേപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. BP, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡയബറ്റീസ്, സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് BMI ഈ ഒരു ലെവലിൽ എത്തുന്ന ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. സോ ഇങ്ങനെ നമ്മളുടെ വെയിറ്റ് കറക്റ്റ് ആണോ, നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നമുക്കുള്ളത്, നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു BMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ വെച്ച് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഈ എല്ലാ മെലിഞ്ഞിരിക്കുന്നവരെയും പൊതുവെയുള്ള കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ പ്രശ്നമാണ്, ഒട്ടും ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കര തടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും പ്രശ്നമാണ്, ഒട്ടും ആരോഗ്യമില്ല. സോ ഇങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ബോഡി ഷേമിംഗ് ആണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഈ BMI വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളുടെ വെയിറ്റ് എത്രയാണെന്ന് അറിയണം, നമ്മളുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, BMI കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിൽ ഹൈറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഹൈറ്റ് ഇങ്ങനെ മെഷർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ടേപ്പ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ വെയിങ് മെഷീൻസ് യൂസ് ചെയ്യുക. വെയിങ് മെഷീൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ തന്നെയാണ് നമ്മളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ കുനിഞ്ഞ് നോക്കാതിരിക്കുക. വേറെ ആരോടെങ്കിലും നമ്മളുടെ വെയിറ്റ് നോക്കി തരാനായിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ വെയിങ് മെഷീൻസ് അവൈലബിൾ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നിന്നതിന് ശേഷം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു 10-20 സെക്കൻഡ് ആ വെയിറ്റ് നമ്മളുടെ അവിടെ നമുക്ക് അത് കാണിക്കുന്നതായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമ്മൾ ഒറ്റയ്ക്കാണ് വെയിറ്റ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും വന്ന് നമ്മളുടെ വെയിറ്റ് നോക്കി തരാൻ പറയാം. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് നോക്കി വെയിറ്റിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുനിഞ്ഞ് നോക്കിയിട്ട് വെയിറ്റ് മെഷർ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, BMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ല. അതായത് BMI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് സിംപ്ലി BMI. സോ ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമല്ല. ഇത് ബാധകമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് നമ്മളുടെ ബോഡി ബിൽഡേഴ്സ്. അവർ ഈ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മസിൽസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് BMIയിൽ തന്നെ നിന്നോളണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് അത്ലറ്റ്സ്, നമ്മൾ ഈ ഓടുന്ന അല്ലെങ്കിൽ അത്ലറ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ BMI എന്ന് പറയുന്നത്. അതേപോലെ പ്രഗ്നൻറ്റ് വുമൻസ്, അവരുടെ വെയിറ്റ് BMIൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വുമൻസിൻ്റെ വെയിറ്റിൽ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നല്ലോണം വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും, അവർക്കും നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെയൊന്നും അല്ലാതെ നോർമലി ബാക്കിയുള്ള എല്ലാവർക്കും BMI ബാധകമായിട്ട് വരുന്നതാണ്. സോ ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒബീസ് ആണോ എന്നുള്ളത്. സോ അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും ഫുഡും ഒക്കെ കഴിച്ച് നമ്മളുടെ വെയിറ്റ് നമ്മൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ആവശ്യത്തിന് അയൺ കണ്ടന്റും പ്രോട്ടീനും ഒക്കെ അടങ്ങുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒബീസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതാണ് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ട് പൊതുവെ പറയാറുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഒരിക്കലും പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ മാൽന്യൂട്രീഷനൊക്കെ ഉണ്ടാവും, പോഷകാഹാരക്കുറവുണ്ടാവും, കൂടുതൽ അസുഖങ്ങൾ വരും എന്നതല്ലാതെ പട്ടിണി കിടന്നതുകൊണ്ട് മെലിയുന്ന ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മൈൻഡിൽ വരുന്നുണ്ടായിരിക്കുക, അയ്യോ ഇനി എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടമുള്ള ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. സോ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റീഷ്യനെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. സോ ഈ ഡയറ്റിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൂടെ അവോയ്ഡ് ചെയ്തിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷുഗർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് കുറച്ചുകൂടെ ജങ്ക് ഫുഡ് ടൈപ്സ് വരുന്ന സാധനങ്ങളൊക്കെയാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് പറയുന്നത്. അതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക. അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൊതുവേ
പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രൗൺ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക. ഈ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കമ്മിയാവും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കമ്മിയാവും, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഒഴിവാക്കുക. ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബീസ് ആയിട്ടുള്ള പേഴ്സൺസിന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ തടി വയ്ക്കുന്നത് എന്നുള്ള കാര്യം. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രം ഒബീസ് ആവുന്ന പേഴ്സൺസ് അല്ല. ഒബീസ് ആവാൻ കുറേ അധികം റീസൺസ് ഉണ്ടാവും. സോ എന്താണ് റീസൺ എന്നുള്ളത് അറിഞ്ഞിട്ട് അത് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ഒബീസിറ്റി മാറ്റാനായിട്ട്. പല കാരണങ്ങൾ കൊണ്ട് ഒരു പേഴ്സൺ ഒബീസ് ആവാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് അവരുടെ പാരൻസ് എല്ലാവരും കുറച്ച് തടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയും എങ്ങനെയുള്ളതായിരിക്കും, കുറച്ച് തടിയുള്ള കുട്ടികളായിരിക്കും. സോ ആ രീതിയിൽ തടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഹാബിറ്റ് കൊണ്ട് തടിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതായത് ജങ്ക് ഫുഡ്സ് ഒക്കെ കുറേ അധികം കഴിച്ച് അങ്ങനെ നമ്മളുടെ ഫുഡിൻ്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒബീസ് ആവുന്നു എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഡയറ്റ് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബീസിറ്റി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസസ് കൊണ്ട് ഒബീസ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. ഇപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ PCOD, PCOS പോലെയുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ഒബീസ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും അസുഖത്തിന് മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് ഒബീസ് ആവാം. അതായത് സ്റ്റിറോയിഡ്സ് ഒക്കെ അടങ്ങുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ അവർ വേറെ ഏതെങ്കിലും അസുഖത്തിന് എടുക്കുന്ന ആൾക്കാരാണ്, കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും അവർ ഒബീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കൊണ്ട് ഒബീസ് ആവുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം വലുതായിട്ട് നമ്മളുടെ ശരീരം ഒന്നും അനങ്ങുന്നില്ല, നമ്മൾ പ്രത്യേകിച്ച് വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നടക്കുന്ന പോലെ എല്ലാം ഇരുന്നവിടെ ഇരുന്ന് എല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ ജോലി എടുക്കുന്ന കംപ്ലീറ്റ് ആയിട്ടും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒബീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഉറക്കം കുറഞ്ഞാലും ഉറക്കം കൂടിയാലും ഒബീസ് ആവുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. അത് ഒട്ടും ഉറക്കമില്ല എന്നുണ്ടെങ്കിലും ചിലവർ തടി വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും തടി വയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെ ഒബീസ് ആവാൻ പല റീസൺസ് ആണുള്ളത്. ഇതെന്താണ് റീസൺ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒബിസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള യോഗ, എക്സസൈസ്, ഡയറ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒബിസിറ്റി നമുക്ക് കുറയ്ക്കാം. ഈ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇപ്പം ഞാൻ സ്ലിം ആവും എന്നും പറഞ്ഞ് എല്ലാ എക്സസൈസും കൂടെ ഒറ്റയടിക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരിക. ഫസ്റ്റ് ഡേ കുറച്ച് ചെയ്യുക, അടുത്ത ദിവസം ആകുമ്പോൾ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുക. സോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുക. ഒരൊറ്റ ആഴ്ച കൊണ്ട് മെലിയണം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എന്താണ് മെലിയാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഗ്രാജുവലി നമ്മൾ ആ ഒരു കാര്യം റീച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക. അത് തടി വയ്ക്കുന്നതാണെന്നുണ്ടെങ്കിലും തടി കുറയ്ക്കുന്നതാണ് എന്നുണ്ടെങ്കിലും നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തടി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. സോ ബോഡി ഷേമിംഗ് ഒന്നും അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ BMI എന്താണ് എന്നുള്ളതും എന്തിനാണത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.